യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ഒരു ബി ടീമായി കോൺഗ്രസ് മാറുകയല്ലേ? ആലോചിക്കണം. നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ വളരെ ദീർഘമായി ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ചില സംഭവങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഉറപ്പ് ബി.ജെ.പി. പുറത്ത്. എന്താ കോൺഗ്രസ് സ്വീകരിച്ചത് സമീപനം? കൂടെ നിർത്താൻ പറ്റുന്നവരെല്ലാം അകറ്റിക്കളഞ്ഞു, സമാജ്വാദി പാർട്ടി അടക്കം. ഫലം നല്ല നിലക്ക് ബി.ജെ.പി. ജയിച്ചു വന്നു. ഇതവിടെ മാത്രമാണോ? ജമ്മുകാശ്മീരിൽ ഇപ്പോൾ ഒമർ അബ്ദുള്ളയുടെ ഭരണം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അയഥാർത്ഥമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് സീറ്റുകൾ വാങ്ങുകയായിരുന്നു. പച്ച തൊട്ടോ കോൺഗ്രസ്? ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളത് കൊണ്ട് ജയിച്ചു വരാൻ അവിടെ കഴിഞ്ഞു. അവിടെയും ബി.ജെ.പിയെ സഹായിക്കുന്ന നിലപാടായിരുന്നില്ലേ? ഡൽഹി ബി.ജെ.പിക്കെതിരെ പോരാടി നിന്നത് ആം ആദ്മി പാർട്ടിയായിരുന്നല്ലോ. എ.പി.യുടെ നേതാവായിരുന്നല്ലോ കെജ്രിവാൾ, അവിടുത്തെ മുഖ്യമന്ത്രി. നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പലയിടങ്ങളിലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചല്ലോ. ഡൽഹിയിൽ കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അപ്പോ കോൺഗ്രസ് ഇദ്ദേഹത്തെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, കെജ്രിവാളിനെയാണ്. ആരെ സഹായിക്കാനത്? തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യത എവിടെയുണ്ടോ? ഉള്ള സാധ്യത എന്തിനുപയോഗിച്ചു? ബി.ജെ.പിക്ക് വരാൻ അവസരമൊരുക്കി. ആം ആദ്മിയെ ശക്തമായി എതിർത്തു. കോൺഗ്രസിന് വട്ടപൂജ്യം തന്നെ. പക്ഷേ നല്ല ആശ്വാസം, ബി.ജെ.പി. അധികാരത്തിൽ വന്നു. ഇതല്ലേ സമീപനം? ബി.ജെ.പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറുകയല്ലേ? ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ തർക്കങ്ങൾ ആരംഭിച്ചല്ലോ. ആദ്യമേ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ബഹളങ്ങൾ ഉണ്ടാക്കലാണല്ലോ, അന്തരീക്ഷം മോശമാക്കലാണല്ലോ. അവസാനം യോജിപ്പ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി.ജെ.പിയുടെ സഖ്യത്തെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ റബൽ സ്ഥാനാർത്ഥികൾ ബീഹാറിൽ പലയിടത്തുണ്ടായില്ലേ? യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ബി ടീമായല്ലേ പ്രവർത്തിച്ചത്? ഇപ്പൊ കുറെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ പ്രഖ്യാപനം വന്നല്ലോ, ഞങ്ങൾ ഒറ്റക്കാണ് നിൽക്കുക. ഒറ്റക്ക് നിന്ന ഡൽഹിയിലെ ആ അക്കം മേടിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളിലടക്കം അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലേ? ഇതാണ് ബി ടീമാണ് എന്ന് നാം കാണേണ്ടതിന്റെ അർത്ഥം. ഇപ്പോ കേന്ദ്ര ബജറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാനില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ബി.ജെ.പിക്കെതിരെ ആക്ഷേപിച്ചൊരു വാക്കും പറയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ബി.ജെ.പിയുടെ ഒരു ബി ടീമായി കോൺഗ്രസും യു.ഡി.എഫും മാറിയിരിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം.